എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഈയിടെ ഒരു വൺ ഡേ ട്രിപ്പ് പോയിരുന്നു കേട്ടോ. ചതുരംഗപ്പാറ മൂന്നാർ ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പം KSRTCയുടെ കൂടെയാണ്. ഇപ്പോൾ സ്ഥിരമായിട്ട് പോവുകയാണ്. ഒരു 7 പ്രാവശ്യമൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം വഴിമധ്യേയുള്ള കുറേ കാഴ്ചകളാണ് എടുത്തിട്ടിരിക്കുന്നത്. അത് ചീയപ്പാറയും വാളറയുമാണ് കേട്ടോ. 2 വെള്ളച്ചാട്ടങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്നറിയോ, ഇത് കല്ലാർകുട്ടി ഡാമാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ. അപ്പോൾ അത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ടും എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും കേട്ടോ. നമ്മളെന്താണ് കാറോടിച്ച് നമ്മുടെ വണ്ടിയിൽ പോയാലെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല എവിടെ എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നത്, എവിടെയൊക്കെ വെള്ളച്ചാട്ടമുണ്ട്, ഡാമുകളുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇവരുടെ കൂടെ പോകുമ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ പല ട്രിപ്പുകൾ പോകുന്നുണ്ട്. ആഴ്ച 2 ട്രിപ്പ് വെച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാം വ്യക്തമായിട്ട് അവർ പറഞ്ഞു തരും കേട്ടോ. പിന്നെ സ്മോൾ ബഡ്ജറ്റാണ്. കണ്ടോ, ചുറ്റുമുള്ള കാഴ്ചകൾ എത്ര നല്ല രസമാണല്ലേ. അപ്പം അന്ന് എന്താണെന്ന് വെച്ചാൽ വലിയ വെള്ളമില്ല, ഇത് ഇല്ല കേട്ടോ അവിടെ. പക്ഷേ ചുറ്റുമുള്ള കാഴ്ചയെന്ന് പറഞ്ഞാൽ നല്ല രസമല്ലേ കാണാൻ. കുറേ നേരം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോൾ ഇത്തിരി മഴ തൂളലുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റേതായിട്ടൊരു അന്ന് ഞങ്ങൾ പോയതിൻ്റെ അന്ന് വലിയ കാര്യമായിട്ട് മഴ ഇല്ലായിരുന്നു. തലേദിവസമൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ പോയ അന്ന് ഒരു തൂളൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താണെന്നറിയോ, ഓരോ ട്രിപ്പിലും ഓരോ പുതിയ കൂട്ടുകാരെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത കേട്ടോ. പിന്നെ ഞാനൊന്നുകൂടെ പറയാം, ഇത് കല്ലാർകുട്ടി ഡാമാണ് കേട്ടോ. ചതുരംഗപ്പാറ മൂന്നാറിനിടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് കല്ലാർകുട്ടി ഡാം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് കണ്ടോ, പ്രായം ചെന്ന ആൾക്കാരാണ് കൂടുതലും. എല്ലാവരുടെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതുണ്ടോ, എല്ലാവരും അങ്ങനെയാണ്. പ്രായം ചെന്ന ആൾക്കാരാണ്. അവരുടെ വീടുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ വെളിയിലായിരിക്കുമല്ലോ. അപ്പം പലർക്കും എന്താണ്, കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. സ്വയം വണ്ടി ഓടിക്കാനൊന്നും പറ്റാത്തവർ, അങ്ങനെയുള്ളവർക്കൊക്കെ എന്തുകൊണ്ട് നല്ലൊരു യാത്രയാണ് കേട്ടോ നമ്മുടെ ഈ KSRTCയുടെ കൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ. ഇതുണ്ടോ, പലരും അങ്ങനെയാണ്, കൂടുതൽ ആൾക്കാർ അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതുണ്ടോ, മഴത്തുള്ളലുണ്ടെന്ന് ഞാൻ പറഞ്ഞ കണ്ടോ, നദിയിൽ കണ്ടോ വെള്ളം ഇങ്ങനെ ചാടുന്ന ഒരു ചാറൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പലരും കുടയൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ബസ് എവിടെയെങ്കിലും ഇവിടെ റോഡിൽ സൗകര്യപ്രദമായി നമ്മൾ കയറാനും ഇറങ്ങാനുള്ള സൗകര്യത്തിന് അവർ കൊണ്ട് നിർത്തും. എന്നിട്ട് ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ വരണമെന്നും പറയും. കണ്ടില്ലെങ്കിൽ ഇവർ വിസിലൂതും. പണ്ടത്തെ ഡ്രിൽ പീരീഡ് ഓർമ്മ വരും. അപ്പോൾ നമുക്ക് ഇതുണ്ടോ, ഇവരൊക്കെ എല്ലാവരുമായിട്ട് ഞങ്ങൾ നല്ല കൂട്ടായിട്ടോ. കയറുമ്പം ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും അപരിചിതരാണ്, അങ്ങനെയാണല്ലോ. പക്ഷേ തിരിച്ചു വരുമ്പോഴത്തേനും എല്ലാവരും കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പോയി കേട്ടോ. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല ട്രിപ്പ്, അടിപൊളിയാണ് കേട്ടോ. പിന്നെ ആ ട്രിപ്പിൽ തന്നെ ഉണ്ടല്ലോ യൂട്യൂബ് ഒരു ചാനലൊക്കെ ഉള്ളവരും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് കേട്ടോ. ഇപ്പം കുറേ ട്രിപ്പുകൾ പോയപ്പോഴെല്ലാം ഓരോരുത്തർ അങ്ങനെ കാണും. അപ്പോൾ അവരുമായിട്ട് ഒരു പരിചയം, അതൊക്കെ ഒരു കാര്യം നമ്മുടെ അടുത്തുള്ളവരാണെങ്കിലും നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയൊക്കെ പോകുന്നതിലൂടെ കുറേ പരിചയങ്ങൾ പുതുക്കാൻ പറ്റി. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കേട്ടോ. ഇതാണ്ട് എൻ്റെ ഏട്ടൻ. നമുക്ക് കാഴ്ചകൾ കാണുന്നതിനേക്കാളും നമ്മൾ ഈ വീഡിയോ എല്ലാം പകർത്തുന്നതിലാണ് നമ്മുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ കുറേ സ്ഥലം കാണാൻ പറ്റി കേട്ടോ. നമ്മുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താത്ത സ്ഥലം ശരിക്കും പറഞ്ഞാൽ മൂന്നാറൊന്ന് ടച്ച് ചെയ്ത് പോരുക മാത്രം അതിനുള്ള സമയം ഉള്ളല്ലോ. പക്ഷേ അതല്ലാതെ അവിടുത്തെ പല കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റി. അവർ കാണിച്ചു തന്നു അവരുടെ ആ ഒരു സമയ പരിധിക്കുള്ളിൽ നിന്ന്. അവിടെ നിന്ന് കിട്ടിയ കുറേ കൂട്ടുകാരാട്ടോ. നമുക്ക് എപ്പോഴും പോകുമ്പോഴും ഓരോരുത്തർ നമ്മുടെ കൂടെ കാണും കൂട്ടായിട്ട്, അതാട്ടോ. അപ്പോൾ അവരെയൊക്കെ കാണാൻ പറ്റി. അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നുണ്ടോ. നമ്മളെപ്പോലെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന വേറെ ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ഇതുണ്ടോ, അത് അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഫ്രണ്ടാണ് കേട്ടോ. ഇതുണ്ടോ, നല്ല രസമുണ്ടല്ലേ ചുറ്റും. ഇത് കണ്ടോ. പക്ഷേ എന്താ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇങ്ങോട്ടൊന്ന് നോക്കൂ. ഇവിടെ എന്താണ്, നന്നായിട്ട് വെള്ളം കാണേണ്ട സമയമല്ലേ ഇപ്പം. ഈ മിഥുനമാസത്തിൽ വെള്ളം നന്നായിട്ട് കാണേണ്ട, കർക്കിടക മാസത്തിലാണല്ലോ ഞങ്ങൾ പോയത്. മിഥുനമാസമാണല്ലോ. അപ്പോൾ എന്താണ് കണ്ടോ, വരണ്ട് കിടക്കുമല്ലേ എന്ന് തോന്നുന്നു. വെള്ളത്തിൻ്റെ കുറവാണത്, മഴ കുറവാണ്, അത് തന്നെ പറയാം. ഞങ്ങളവിടെ നിന്ന് കുറേ ഫോട്ടോകളും കുറേ എടുത്തു കേട്ടോ. അതെല്ലാം ഒന്നും ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. കുറേ എടുത്തു. ശരിക്കും പറഞ്ഞാൽ വെള്ളം കുറവാണെന്നാണ് അവിടെയുള്ളവരൊക്കെ പറയണത് കേട്ടോ. ആ ഡാമിൻ്റെ അങ്ങ് വരെ നടക്കണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട് കേട്ടോ, നമുക്ക് തോന്നും. പക്ഷേ എന്താണെന്നറിയോ, ഈ നടന്നാലും അങ്ങ് തീരില്ലാത്ത ചില വഴികളില്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷേ ഞങ്ങളിടയ്ക്ക് നിന്നൊക്കെ അങ്ങ് പോകട്ടോ, വർത്തമാനമൊക്കെ പറയാൻ
നമുക്ക് വർത്തമാനം പറയാനാണ് പ്രധാന ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ഇതുണ്ടല്ലോ, ഈ ചേട്ടനെ അറിയും. പലരും പല പ്രോഗ്രാമിലും കാണാവുന്നതാണ്, ടി വിയിൽ അങ്ങനെയൊക്കെ വരുന്നതാണ്. നമ്മൾ ശൂളവടിയിലൂടെ പാട്ട് പാടുന്ന ആളാണ് കേട്ടോ ഇദ്ദേഹം. ക്ലാസിക്കലായിട്ടും അല്ലാതെയൊക്കെ പാട്ട് പാടും. നമുക്കൊരു ഭയങ്കര എൻ്റെ ഏട്ടൻ്റെ കൂടെ എന്താണ് ജോലി നോക്കിയതാണ്. BSNL-ലായിരുന്നു ഏട്ടൻ വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ ജോലി നോക്കിയതാണ്. ഇത് കണ്ടോ ചേട്ടൻ. അപ്പോൾ ഞങ്ങൾ വീണ്ടും കാഴ്ചകളൊക്കെ കണ്ട് ബസ്സിൽ കയറി പഴയപടി ഡാൻസും പാട്ടുമായിട്ടുള്ള ഞങ്ങളുടെ കൊച്ചു ട്രിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ കാഴ്ചകളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതുണ്ടോ, കൃത്യമായിട്ട് എന്താണെന്നറിയോ, ഈ സ്ഥലമൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പക്ഷേ അന്നേരമൊക്കെ നമുക്ക് അങ്ങ് ഓർമ്മ വരില്ല കേട്ടോ. അന്നേരം ഓർക്കും കേട്ടോ, പിന്നെ അങ്ങോട്ടേ മറന്നു പോകും കേട്ടോ. ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇനിയും കുറേ കാഴ്ചകളുണ്ട് കേട്ടോ കാണിക്കാൻ. അത് ഞാൻ പല വീഡിയോകളായിട്ട് ഇടും കേട്ടോ. അപ്പോൾ എന്താണ്, എല്ലാവരും ഒന്ന് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. ഒരു ടാങ്ക് പോലെ കാണാം. അത് നമുക്കിപ്പോൾ പാലം കയറി കഴിയുമ്പോൾ നമുക്ക് ശരിക്കും കാണാം. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് പറഞ്ഞു തരാം അതിനെക്കുറിച്ച്. ഇതാണ് നമ്മുടെ പെൻസ്റ്റോക്ക് പൈപ്പിന്റെ പഴയ ഭാഗങ്ങൾ. അതായത് പഴയ പെൻസ്റ്റോക്ക് പൈപ്പിന്റെ ഇലക്ട്രിക് പ്രോജക്ടിന്റെ ഭാഗമായിട്ടുള്ള വെള്ളത്തൂർ പവർ സ്റ്റേഷൻ. ഇപ്പോൾ വൈദ്യുതി ഉൽപാദനം നടക്കുന്നുണ്ട്. അതിനുശേഷമുള്ള വെള്ളമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നമ്മുടെ ഇടത്തെ സൈഡിലാണ്. ഇടത്തെ സൈഡില് 4 ജനറേറ്ററാണ് ഇപ്പൊ പ്രവർത്തിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ബസിന്റെ ഇടത് സൈഡിൽ നമുക്ക് മലയുടെ മുകളിൽ ഒരു ടാങ്ക് പോലെ ഒരെണ്ണം ഇരിക്കുന്നത് കാണാം. എല്ലാരും കണ്ടോ? ഏറ്റവും മുകളില് അവിടുന്ന് പെൻസ്റ്റോക്ക് പൈപ്പ് ഉണ്ട്. അതിന്റെ എയർ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന അതിന്റെ ആ ടാങ്കില് വെള്ളം വിട്ടാണ്. അത് ഇടയ്ക്ക് നിറഞ്ഞൊഴുകുന്ന ഒരു അപ്പോൾ കുറേ കളികളും ചിരിയും ഡാൻസും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഈ കൊച്ചു യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ്, വഴിമധ്യേ കാണുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിടും. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ കേട്ടോ, അവരുടെ ആ വലിയൊരു ഉദ്യമത്തിന്, തകർച്ചയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ആ ഒരു KSRTCയെ ഒന്ന് ഉയർത്താൻ അവർ നോക്കുന്ന ആ ഒരു വലിയ എഫർട്ടിന് ഒരു എത്രമാത്രം നമ്മൾ ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം കേട്ടോ. അതിന് ഇങ്ങനെ ഒരു BTC എന്നുള്ള ആശയം മുന്നോട്ട് കൊണ്ടുവന്നവരോടും ഒരു വലിയ താങ്ക് യു കേട്ടോ, സല്യൂട്ട്. നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഈ സേവനങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും കാണണേ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കേ, ബൈ.